ഇന്ന് ലോക ആന ദിനമാണ്. കാട്ടാനകൾക്ക് സംരക്ഷണവും നാട്ടാനകൾക്ക് മികച്ച പരിചരണവും ഉറപ്പാക്കുക എന്നതാണ് ഈ ദിവസാചരണത്തിൻ്റെ പ്രത്യേകത. കരയിലെ ഏറ്റവും വലിയ സസ്തനിയാണ് ആന. 1800 കിലോഗ്രാം മുതൽ 6300 കിലോഗ്രാം വരെ ഭാരം. ആഫ്രിക്കൻ ബുഷ് എലിഫന്റ്, ആഫ്രിക്കൻ ഫോറസ്റ്റ് എലിഫന്റ്, ഏഷ്യൻ എലിഫന്റ് എന്നിങ്ങനെ 3 ഇനം ആനകളുണ്ട് ലോകത്ത്. വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ടിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്ത് ഇന്ന് 4,15,000 ആഫ്രിക്കൻ ആനകളും 50,000-ഓളം ഏഷ്യൻ ആനകളുമാണുള്ളത്. ആനക്കൊമ്പ് വ്യാപാരത്തിനായുള്ള വേട്ടയാടലും മനുഷ്യ വന്യജീവി സംഘർഷങ്ങളും കൃഷിക്കായി വനഭൂമിയുടെ കയ്യേറ്റവുമെല്ലാം ആനകളുടെ എണ്ണത്തിൽ വലിയ കുറവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. 1979 മുതൽ ആഫ്രിക്കൻ ആനകളുടെ ആവാസ വ്യവസ്ഥ 50% കുറഞ്ഞു. ഏഷ്യൻ ആനകളുടെ ആവാസ വ്യവസ്ഥയുടെ 15% മാത്രമേ ശേഷിക്കുന്നുള്ളൂ. തെക്കൻ ഏഷ്യയിലും തെക്കുകിഴക്കൻ ഏഷ്യയിലുമുള്ള 13 രാജ്യങ്ങളിലാണ് പ്രധാനമായും ഏഷ്യൻ ആനകൾ കാണപ്പെടുന്നത്. ഇതിൽ 30,000-ഓളം ആനകൾ ഇന്ത്യയിലാണുള്ളത്. ഇന്ത്യയിൽ കർണാടകത്തിലാണ് ഏറ്റവും അധികം ആനകളുള്ളത്, 6395 എണ്ണം. 2023 കണക്കനുസരിച്ച് കേരളത്തിൽ 2386 കാട്ടാനകളാണുള്ളത്. കേരളത്തിൽ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ആനകളുടെ എണ്ണത്തിൽ 58% കുറവുണ്ടായതായാണ് വനംവകുപ്പിന്റെ കണക്ക്. കാലാവസ്ഥാ മാറ്റങ്ങളെ തുടർന്ന് കർണാടകയിലേക്ക് ആനകൾ നീങ്ങിയതാണ് ഇതിന് കാരണമായി കണക്കാക്കുന്നത്. നാട്ടാനകളുടെ എണ്ണത്തിലും കുറവുണ്ടായിട്ടുണ്ട്. 2010 710 നാട്ടാനകളാണ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് 410 നാട്ടാനകൾ മാത്രമേ കേരളത്തിലുള്ളൂ. പീഡനങ്ങളും അസുഖങ്ങളും മൂലം കഴിഞ്ഞ 5 വർഷത്തിനിടെ 100-ലധികം ആനകളാണ് ചെരിഞ്ഞത്. ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത നാട്ടാനകളെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷിക്കണമെന്നാണ് ആനപ്രേമികൾ ആവശ്യപ്പെടുന്നത്. റിസർച്ച് ഡെസ്ക് 24.